ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നോട്ടുകെട്ടുകൾ കത്തിയ സംഭവത്തിൽ ഡൽഹി പോലീസ് കമ്മീഷണറുടെ മൊഴിയെടുത്തു. സുപ്രീം കോടതിയുടെ ആഭ്യന്തര അന്വേഷണ സമിതിയാണ് സഞ്ജയ് അറോറയുടെ മൊഴിയെടുത്തത്. അനൂപ് ദാസിന്റെ വിശദാംശങ്ങൾ നമുക്കായി നൽകും. അനൂപ്, ഗുഡ് മോർണിംഗ്. ഈ നോട്ടുകെട്ടുകൾ കത്തിയ സംഭവം അന്നു മുതൽ രാജ്യം ചർച്ച ചെയ്യുന്ന ഒന്നാണ്. ഇത് എവിടെ നിന്ന് വന്നു, ഇതിന്റെ നിജസ്ഥിതി എന്ത്, ഈ ദൃശ്യങ്ങൾ ആരാണ് പകർത്തിയത്, എങ്ങനെ പുറത്തു വന്നു, അന്ന് എത്തിയ സ്ത്രീ ആരായിരുന്നു, അങ്ങനെ വിവിധ കാര്യങ്ങൾ. ഇപ്പോഴിതാ ഒരു മൊഴി കൂടി എടുത്തിരിക്കുകയാണ്. ഇതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഡൽഹി പോലീസ് കമ്മീഷണറാണ് സഞ്ജയ് അറോറ. അദ്ദേഹത്തെ ഈ സുപ്രീം കോടതി നിയോഗിച്ച സമിതി വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തുകയായിരുന്നു. അതിൽ സഞ്ജയ് അറോറ പറഞ്ഞു എന്ന് വിവരം നമുക്ക് മുന്നിലുള്ളത് CRPF-കാർ, അതായത് യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ സുരക്ഷയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട CRPF ഉദ്യോഗസ്ഥർ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത സ്ഥലത്താണ് ഈ തീപിടുത്തമുണ്ടായത്. ആ തീപിടുത്തമുണ്ടായ പണം സൂക്ഷിച്ച മുറി പൂട്ടിക്കിടക്കുകയായിരുന്നു എന്ന മൊഴിയാണ് സഞ്ജയ് അറോറ നൽകിയത്. അദ്ദേഹം ഈ സംഭവം നടന്ന ഉടനെ സ്ഥലത്തെത്തിയ ആളല്ല. ആദ്യം എത്തിയത് മറ്റഞ്ച് പോലീസുകാരാണ്. അതിനുശേഷമാണ് കമ്മീഷണർ എത്തിയത്. എന്തായാലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ഇടപെടലാണ് ഈ തീപിടുത്തം ഉണ്ടായി എന്നത് അറിഞ്ഞതിന് ശേഷം നടന്നത് എന്നായിരുന്നു സുപ്രീം കോടതിയുടെ അന്വേഷണ കമ്മീഷൻ പ്രധാനമായും സഞ്ജയ് അറോറയോട് ചോദിച്ചതെന്ന് മനസ്സിലാക്കുന്നു. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. എന്തായാലും അന്വേഷണം സജീവമായി നടക്കുകയാണ്. ഈ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ യശ്വന്ത് വർമ്മയ്ക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാകുമോ എന്ന് നമുക്കറിയാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഇക്കാര്യത്തിൽ ശരിയായ അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് പോവുക, കാലങ്ങൾ എടുത്തായാലും ഇതിന്റെ നിജസ്ഥിതി പുറത്തു വരുമോ തുടങ്ങിയ കാര്യങ്ങളും വലിയ ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നുണ്ട്. അനൂപ്, ശരിയാണ്. പക്ഷേ സുപ്രീം കോടതി നിയോഗിച്ച അന്വേഷണ കമ്മീഷനാണ് 3 അംഗ സമിതി. ആ സമിതിയുടെ റിപ്പോർട്ട് സുപ്രീം കോടതിക്ക് ലഭിച്ചതിന് ശേഷം സുപ്രീം കോടതി അത് പരിശോധിച്ചിട്ടേ ഈ ജഡ്ജിക്കെതിരെയുള്ള ഒരു FIR എങ്കിലും രജിസ്റ്റർ ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനം ഉണ്ടാവുകയുള്ളൂ. സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ വീട്ടിൽ നിന്ന് ഈ നിലയിൽ അനധികൃതമായിട്ടുള്ള പണം കണ്ടെത്തി അതൊക്കെ ഉടനെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യും. പക്ഷേ ജഡ്ജി ആയതുകൊണ്ട് തന്നെ, ഒരു ഹൈക്കോടതിയിലെ പ്രധാനപ്പെട്ട ജഡ്ജി ആയതുകൊണ്ട് തന്നെ ഇതിനൊക്കെ ഒരു പ്രത്യേക ചിട്ടവട്ടമുണ്ട്. അതിനനുസരിച്ച് മാത്രമേ കാര്യം മുന്നോട്ട് പോവുകയുള്ളൂ. എന്തായാലും അധികം വൈകാതെ ഈ അന്വേഷണ റിപ്പോർട്ട് വരുമെന്നാണ് നമ്മളെല്ലാം, പ്രത്യേകിച്ച് ഡൽഹിയിലുള്ള ഈ അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്.